ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കുറച്ച് നാൾ മുമ്പ് എടുത്ത് വെച്ച വീഡിയോ ആണ്. കുടമാറ്റത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ. കുടമാറ്റം, ആനപ്പുറത്ത് കുടമാറ്റം നമ്മുടെ നാട്ടിൽ നടന്നതാണ്. പാറശാല മഹാദേവൻ്റെ കോവിലിൽ നിന്നുള്ള കുടമാറ്റത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇത് കുറച്ചധികം നാളായി ഞാനിത് എടുത്ത് വെച്ചിട്ട്. അപ്പോൾ ഞാനിപ്പോൾ അത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ആനക്കുട്ടനെയൊക്കെ അടുത്ത് ചെന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. രാത്രിയാണ് കേട്ടോ ഫ്രണ്ട്സ്, ഒത്തിരി രാത്രിയായി. നമ്മൾ കുടമാറ്റമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കും 12 മണിയായി കേട്ടോ ഫ്രണ്ട്സ്. അത്രയും രാത്രിയായിരുന്നു ഈ സംഭവം. അപ്പോൾ നമ്മുടെ പാറശാല അവിടെ ജംഗ്ഷനിൽ വെച്ചിട്ടായിരുന്നു കുടമാറ്റം. അപ്പോൾ ഇതിപ്പോൾ കോവിലിൻ്റെ മുറ്റത്താണ് നമ്മൾ നിൽക്കുന്നത്. ആനക്കുട്ടിയൊക്കെ ആയിട്ട് കോവിലിൻ്റെ മുറ്റത്താണ് നിൽക്കുന്നത്. ഇനി ഇവിടുന്ന് നേരെ അങ്ങോട്ട് ആനയുടെ കൂടെ തന്നെ ഘോഷയാത്ര, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അങ്ങോട്ട് നടന്നു കേട്ടോ. അതാവുമ്പോൾ പിന്നെ അവരുടെ കൂടെ അങ്ങ് നടന്ന് പോയി. ചേട്ടൻ ഇല്ലായിരുന്നു. ചേട്ടൻ എന്നെ ആക്കിയിട്ട് പോയി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മുടെ വീട്ടിൽ അമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയെ നോക്കാൻ വേറെ ആളില്ലാത്തതുകൊണ്ട് ചേട്ടൻ എന്നെ ആക്കിയിട്ട് പോയി. അപ്പോൾ ഇതൊക്കെ പിടിക്കാമെന്നൊക്കെ കരുതിയാണ്. ഫോണിനാണെങ്കിൽ റേഞ്ചും പോയി ആകെ പ്രശ്നമൊക്കെ ആയിരുന്നു കേട്ടോ. എന്നാൽ അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ അങ്ങനെ മാറ്റി വെച്ചിരുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇത് കുത്തിപ്പൊക്കി എടുത്തതാണ് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. ഇത് നമ്മൾ ജംഗ്ഷനിലോട്ട് അങ്ങ് നടന്ന് പോയപ്പോഴത്തേക്കും അവിടെ നല്ല ഭംഗിയായിട്ട് കണ്ടോ, നല്ല ഭംഗിയായിട്ട് പൂവെല്ലാം വിരിച്ച് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഘോഷയാത്ര ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ നല്ല ഡെക്കറേഷനായിട്ട് ഡാൻസൊക്കെ കളിച്ച് ഇതൊക്കെ കണ്ട് പോവാൻ തന്നെ നല്ല രസമല്ലേ, ബോറടിക്കില്ല കേട്ടോ ഫ്രണ്ട്സ്. നമ്മൾ ഒരേ നടക്കുമല്ലോ, ഇതൊക്കെ കണ്ട് നിന്ന് നല്ല രസമായിരുന്നേ. ഇത് പാട്ട് ഇതിലിടാൻ പറ്റാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ പാട്ടിടുമായിരുന്നു. പാട്ടിട്ടാൽ നന്നായിരിക്കും. അതിനനുസരിച്ച് കാണാനാണ് രസം. പാട്ട് കൂടി ഉണ്ടെങ്കിൽ കാണാനാണ് രസം. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അറിയാവുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ ഈ രാത്രിയാണ് എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരുപാട് രാത്രിയായല്ലോ, 12 മണി എന്നൊക്കെ പറയുമ്പോൾ പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ. പിന്നെ അറിയാവുന്നവരുണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ ഉള്ള വ്ളോഗർ ചേട്ടന്മാരൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെയൊക്കെ ഇതിൻ്റെയൊക്കെ വീഡിയോ എടുത്തു. ഗണപതി, ദേവി, മഹാദേവൻ, അങ്ങനെ എല്ലാത്തിൻ്റെ രൂപങ്ങൾ ഡാൻസ് കളിച്ചോണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. പ്ലോട്ട്സ് അങ്ങനെയല്ലേ പറയും. അതാ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇത് നേരിട്ട് കാണാൻ കുറച്ചുകൂടി നല്ല ഭംഗിയാണ്. ഇതിപ്പോൾ ഇരുട്ടൻ്റെ ആ ഒരിത് അല്ലേ. അപ്പോൾ ആ ചെണ്ടമേളവും ആനയും എല്ലാം കൂടി ആകുമ്പോഴാണ് ഒരു രസം. അതിനിടയിലതായി വെള്ളം തളിച്ച് പോകുന്നുണ്ടോ. വെള്ളം ഇതുപോലെ ഇങ്ങനെ അവർ നടന്നു വരുന്നതിൻ്റെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് വെള്ളം ഇങ്ങനെ തളിച്ചാണ് പോകുന്നത് കേട്ടോ. ആന വരുന്നുണ്ടല്ലോ, ഇതിൻ്റെ പുറകിൽ നിന്നാണ് ആന വരുന്നത് കേട്ടോ. അതുകൊണ്ട് വെള്ളം നനച്ച് കൊടുത്ത് ഇതാണ് പോകുന്നത്. എല്ലാ ഫ്ലോട്ടുകളും ഇങ്ങനെ പോകുന്നുണ്ട്, ചെണ്ടമേളമൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ പുറകിൽ നിന്നാണ് ആന വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ആനയുടെ കൂടെ ആയിരുന്നു, പിന്നെ നടന്ന് ഇവരുടെയും ഫ്രണ്ടിലെത്തി കേട്ടോ. അപ്പോൾ കുടമാറ്റം നന്നായിട്ട് നല്ലതുപോലെയൊക്കെ പിടിച്ചെടുക്കാമെന്നൊക്കെ കണക്കാക്കിയാണ് ഫ്രണ്ടിൽ വന്നു നിന്നത്. പക്ഷേ സമയമായപ്പോൾ ഉണ്ടല്ലോ എൻ്റെ പൊന്നു ഫ്രണ്ട്സ്, ഇതുപോലൊരു തിരക്കിനി വരാനില്ല. ഇടി കൊണ്ട് ചത്തൂന്ന് പറഞ്ഞാൽ മതി. എൻ്റെ പൊന്നു ഫ്രണ്ട്സ്, ഭയങ്കര ഇടിയായിരുന്നു കേട്ടോ. അവസാനം ഫോണെല്ലായിടത്തും ബാഗിലിട്ടിട്ട് പോലീസ് വണ്ടിയുടെ സൈഡിൽ കയറി നിൽപ്പായി ഞാൻ. ഇപ്പം നമ്മൾ അത്ര തിരക്ക് തോന്നില്ല. ഇത് കഴിഞ്ഞിട്ടുള്ള കുടമാറ്റം തുടങ്ങി ആനകളൊക്കെ നിരന്ന് നിന്ന് കുടമാറ്റം തുടങ്ങി കഴിയുമ്പോഴാണ് എല്ലാ തിരക്കും കൂടി അങ്ങ് തള്ളി വന്നത് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ശാന്തമായിട്ട് അങ്ങനെ റോഡിൽ നടന്ന് വരുന്ന വഴിയല്ലേ, ഇത് അത്ര കുഴപ്പമില്ല. ഇതെല്ലാം അങ്ങ് പോയി ആനയെല്ലാം ജംഗ്ഷനിൽ വന്ന് നിരന്ന് കഴിയുമ്പോൾ അവിടെയായിരുന്നു ഉള്ള ആളുകളെല്ലാം കേട്ടോ. അവസാനം ഞെരുങ്ങി ആളും ഇല്ല. പിന്നെ ചേട്ടനും കൂടെ ഇല്ലല്ലോ. അതുകൊണ്ട് നല്ല 12 മണി രാത്രിയുമായി, എങ്ങോട്ടും നടക്കാനും പറ്റില്ല. അവിടെ തന്നെ നിൽക്കേണ്ട ഒരു അവസ്ഥയായിപ്പോയി. എന്താണെന്ന് വെച്ചാൽ തിരക്കായതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഇടക്കൂടി പോകാൻ പറ്റത്തില്ല എങ്ങോട്ടും. അവിടെ തന്നെ നിൽക്കാനേ രക്ഷയുള്ളായിരുന്നു കേട്ടോ. പിന്നെ ഒരു പോലീസ് വണ്ടിയുടെ സൈഡിലായിട്ട് ചാരി നിന്ന് ഫോണിൽ എല്ലായിടത്തും അകത്തിട്ടുകൊണ്ടാണ് നിന്നത്. അല്ലാതെ ഫോണൊക്കെ തട്ടിമറിച്ച് താഴെ പോകുമായിരുന്നു. എല്ലാം എടുക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു കേട്ടോ. അത്രയ്ക്ക് തിരക്കായിരുന്നു ഫ്രണ്ട്സ്. ഇനിയാണ് തിരക്കിൻ്റെ സമയമായി വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ആൾ കൂടുന്നുണ്ട്. സത്യം പറയുകയെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ നാട്ടിൽ ആദ്യമായിട്ടാണ് കേട്ടോ കുടമാറ്റം നടത്തുന്നത്. അതുകൊണ്ട് ചേട്ടനും അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ലായിരുന്നു ഇത് ഇത്രത്തോളം
തിരക്കും കാര്യങ്ങളും ആവും, എത്ര മണിയാവും തീരുമ്പോഴെന്നൊക്കെ. അപ്പോൾ 12 മണിയൊക്കെ ആവുമെന്നൊന്നും വിചാരിച്ചില്ല കേട്ടോ. അതിനു മുമ്പ് ഒരു 10:30 ആകുമ്പോൾ കഴിയുമെന്നുള്ള ഇതിലാണ് നേരത്തെ എന്നെ കൊണ്ട് ഒന്ന് ആക്കിയത് കോവിലിൽ. അപ്പോൾ ഇതാദ്യമായിട്ടാണ് കേട്ടോ, ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കുടമാറ്റം നടത്തുന്നത് നമ്മുടെ മഹാദേവൻ്റെ കോവിലിൽ. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഇതൊക്കെയാണെങ്കിലും കാണാൻ നല്ല ഭംഗിയായിരുന്നു. വീഡിയോ എനിക്ക് ഫോണെടുത്ത് അത് എടുക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. അതിനിടയിൽ ഇതാ അത്തറൊക്കെ വിൽക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. കുറേ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. താലത്തിൽ വന്നിട്ട് അവരെല്ലാം വെച്ചിരിക്കുന്നത്. പിന്നെ ഇതാ ഇത് കണ്ടോ, ഇത് കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ. ഇത് പൊട്ടിച്ചവ നോക്കി നിന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ. അവരത് പൊട്ടിക്കാനായിട്ട് ഞാനവിടെ പുറകെ നോക്കി നിൽക്കുമായിരുന്നേ. അങ്ങനെ എടുത്തതാണ് ഫ്രണ്ട്സ്. കണ്ടോ, അങ്ങനെ ചെണ്ടമേളവും എല്ലാം വരുന്നുണ്ട്, ഡ്രമ്മും. നമ്മളറിയാവുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. കുറേ പേര് നമ്മുടെ അറിയാവുന്ന കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട് അതിൽ. പിന്നെ അതാ വന്ന് ആനക്കുട്ടന്മാർ ഇതാ എത്തി കേട്ടോ. ആനക്കുട്ടന്മാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഗജവീരന്മാരുടെ കുടമാറ്റം കാണാനായിട്ട് അത്രയും ആളുകൾ കട്ട വെയിറ്റിംഗ് ആണ് ഫ്രണ്ട്സ്. അതിൻ്റെ വീഡിയോ എടുക്കാൻ പോയി ഞാനാണ് പണിയായത്. കണ്ടോ ഫ്രണ്ട്സ്, കഥ അടുത്തെത്തും തോറും ഇത് അടുത്ത് വരും തോറും ഭയങ്കര തിരക്ക് കൂടി കേട്ടോ. പക്ഷേ അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ കുടമാറ്റം. ഈ തൃശ്ശൂർ പൂരം അതിനാണ് ഈ കുടമാറ്റം എന്നൊക്കെ ടി വിയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ, അല്ലാതെ നേരിട്ടൊന്നും അങ്ങനെ കുടമാറ്റമൊന്നും നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. തൃശ്ശൂർ പൂരത്തിൻ്റെ കുടമാറ്റം ടി വിയിലൂടെ കണ്ടിട്ടേ ഉള്ളൂ, അല്ലാതെ നമ്മളങ്ങനെ കണ്ടിട്ടില്ല. ഇതിൽ നേരിട്ട് കാണുന്നത് ഇത് ആദ്യമായിട്ടാണ്. അതും അത്ര അടുത്ത്. തിരക്ക് കൊണ്ടാണെങ്കിൽ ഓരോരുത്തർ ആനയുടെ തുമ്പിക്കൈയിൽ വരെ പോയി വീഴുന്നുണ്ടായിരുന്നു. പാവം ആന ആയതുകൊണ്ടൊന്നും ചെയ്യാത്തത് ദൈവമേ. ചിലർ പറയുന്നുണ്ടായിരുന്നു അത് ആളുകൾക്കൊരു പേടിയില്ല കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടേ. ആനക്കുട്ടിയുടെ തുമ്പിക്കൈയുടെ ഇടക്കോട്ട് വരെ പോയി നിൽക്കുക കുടമാറ്റത്തിൻ്റെ സമയത്ത് കേട്ടോ. ഇപ്പം അല്ല, ഇനി കഴിഞ്ഞാണ് ഇത് സെറ്റ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. ആനയെ വരിയായിട്ട് സെറ്റ് ചെയ്ത് നിർത്തിക്കഴിഞ്ഞാണ് തിരക്ക്. ഈ ഒരു തിരക്കൊന്നുമല്ല, ഇരിക്കാനും സ്ഥലമില്ലാത്ത അവസ്ഥയായിരുന്നു. കണ്ടോ, പൂവെല്ലാം വിരിച്ച നല്ല ഇതിലൂടെ ആനക്കുട്ടന്മാർക്ക് നടന്നു വരാനുള്ളൊരു നല്ല ഭംഗിയില്ലേ കാണാൻ. അതൊക്കെ നല്ല ഫോക്കസ് ചെയ്ത് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ചേട്ടന്മാരൊക്കെ. നല്ല ഭംഗിയില്ലേ കാണാൻ. കണ്ടോ, അവർ അതിലൂടെ നടന്നു വരും കേട്ടോ. പിന്നെ അത്രയും തിരക്കായതുകൊണ്ട് എനിക്ക് നല്ല വൃത്തിയായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല ഫ്രണ്ട്സ്. കണ്ടോ, അത്രയ്ക്ക് തിരക്കാണ് കാര്യങ്ങൾ. അതുകൊണ്ട് നേരെ ഒന്നും എടുക്കാൻ പറ്റില്ല. അതിലൂടെ ആന ഇങ്ങനെ നടന്ന് വരുന്ന കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അതാണ് നല്ല മെയിൻ ആനയാണ്, തിടമ്പേറ്റിക്കൊണ്ടുള്ള ആനയാണ് അത്. അപ്പോൾ എല്ലാവരും പല രീതിയിലൊക്കെ ഫോക്കസ് ചെയ്ത് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരൊക്കെ ചാനലിലിടാൻ ആവശ്യത്തിനൊക്കെ ആയിട്ടായിരിക്കും. ഒരുപാട് വ്ളോഗർമാരുണ്ടായിരുന്നു ഫ്രണ്ട്സ്, ഒരുപാട് വ്ളോഗർമാരുണ്ടായിരുന്നു ഇത് എടുക്കാനായിട്ട് കേട്ടോ. വലിയ ക്യാമറയും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറം നാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നേ. എല്ലാവരും ഉണ്ടായിരുന്നു. പുറം നാട്ടിൽ നിന്നൊക്കെ ക്യാമറയും സെറ്റിങ്സും എല്ലാം നല്ല അത്രയ്ക്ക് ഭംഗിയായിരുന്നു കേട്ടോ ഇത് കാണാനായിട്ട് നേരിട്ട്. കണ്ടോ, ആന പൂവിൻ്റെ പുറത്തുകൂടെ അങ്ങ് നടന്ന് പോകുന്ന കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. തൊട്ടടുത്തല്ലേ, നമുക്ക് അത്ര ഇഷ്ടം കാണാനായിട്ട് കേട്ടോ. അതെ, കുടമാറ്റത്തിൻ്റെ കുടകൾ നോക്ക് ഫ്രണ്ട്സ്, എന്താ ഭംഗിയെന്നറിയാമോ. ഈ കുടകളെല്ലാം മാറി വന്ന് കേട്ടോ. പക്ഷെ അങ്ങനെ എടുക്കാൻ പറ്റിയില്ല ഫ്രണ്ട്സ്. അതാണ് എല്ലാം എടുക്കാൻ പറ്റിയില്ല എനിക്ക്. അത്ര ഒരു ഭയങ്കര തിരക്കായിരുന്നു, അതാണ് കേട്ടോ. ആ കുടകളുടെ ഭംഗി കേട്ടോ. അത്രയും കുടകളെല്ലാം അവർ മാറി എടുത്തു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കുടമാറ്റം നേരിട്ട് കാണുന്നത്. അപ്പം നമ്മുടെ നാട്ടിലും കുടമാറ്റം കണ്ടതിൽ ഒത്തിരി സന്തോഷം, അത് നേരിട്ട് കണ്ടതിൽ ഒത്തിരി സന്തോഷം. കുടമാറ്റം തുടങ്ങിയുള്ള സമയമായി. അപ്പോൾ അത് കണ്ടോളൂ ഫ്രണ്ട്സ്. തിരക്കെന്ന് പറഞ്ഞാൽ ഈ ഒരു 1.5 തിരക്കൊക്കെ. ക്യാമറയൊക്കെ അങ്ങ് തെക്കുവടക്കിന് പോകുമായിരുന്നു കേട്ടോ. ഒന്നും പിടിക്കാനും പറ്റുന്നില്ല. ഇടിയും കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഇടിയായി കേട്ടോ. ആളുകളെല്ലാം വന്ന് നിറഞ്ഞ്. തൊട്ട് പുറകിൽ കാണുന്നത് ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ. അവിടെ മുകളിലെ ആളുകൾക്ക് അവിടെ നിന്നൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാമായിരുന്നേ. അവിടെയുള്ളവർ ക്യാമറയിലെല്ലാം പിടിച്ചെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് നന്നായിട്ട് കാണാം. ആ ഹോസ്പിറ്റലിൻ്റെ മുകളിൽ നിന്നിട്ട് കുടമാറ്റം നല്ല അടിപൊളിയായിട്ട് കാണാം. എന്നാലും നമ്മൾ പറ്റുന്നത് പോലെയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കുട കണ്ടോ, മാറുന്നുണ്ടോ, പച്ച കുടകൾ. ഇത് ഓരോ കുടകളും മാറുന്നതിനനുസരിച്ച് എടുത്തിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പച്ച, ചുവപ്പ്,
മജന്ത, അങ്ങനെ മാറി മാറി എടുക്കുമ്പോൾ നല്ല ഭംഗിയായിരുന്നു കാണാൻ. പിന്നെ അതാ നല്ല ഭംഗിയുള്ള ഓറഞ്ച് കുടകൾ, അത് കഴിഞ്ഞ് പിന്നെ വയലറ്റ് കുടകൾ, പിന്നെ ലാസ്റ്റ് ഉണ്ടല്ലോ കുടകൾ താഴത്തേക്ക് മാറുന്നത് ഞാൻ പുറകിന്ന് പോയി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഭയങ്കര ഇടിയും തിരക്കും ആയതുകൊണ്ട് അവസാനം ഇവിടെ നിന്നൊക്കെ പോയി അങ്ങ് പോയി നിന്നു, ഹോസ്പിറ്റലിൻ്റെ ആ ഭാഗത്ത് നിന്നു കേട്ടോ. അവിടെ പുറകുവശത്തുനിന്നുള്ള ഇതേ കിട്ടുകയുള്ളൂ, എന്നാലും അവിടെ പോയി നിന്നു. അപ്പോൾ കുടകൾ താഴത്തേക്ക് കൈമാറുന്നത് ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഇത് കഴിഞ്ഞിട്ടത് കാണിക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. കുടകൾ ഇവർ പാസ് ചെയ്യുന്നത് താഴത്തേക്ക് കൊടുത്തിട്ട് അടുത്ത കുടകൾ വാങ്ങിക്കുന്നത് പുറകിൽ നിന്ന് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അത് കണ്ടോ, അടുത്ത കുട അവിടെ വയലറ്റ് കളറിലെ കുട കണ്ടോ, നല്ല ഭംഗിയില്ല. പർപ്പിള് അടിപൊളി, നല്ല ഭംഗിയുണ്ട്. സ്കൈ ബ്ലൂ, നടുക്ക് നിൽക്കുന്ന ആനയ്ക്ക് വേറെ കളറായിരിക്കും കേട്ടോ കുട. നടുക്ക് നിൽക്കുന്ന ആനയ്ക്ക് വേറെ കളറ്, ബാക്കി ആനകൾക്ക് വേറെ കളർ, അങ്ങനെ ഒറ്റ കളർ, അങ്ങനെയാണ് നല്ല ഭംഗി കണ്ടോ. അവസാനം ഞാൻ വന്ന് ഇവിടെ എത്തി ഫ്രണ്ട്സ്. അവിടെ ഒന്നും നിൽക്കാൻ പറ്റാതെ കണ്ടോ. എന്താണെങ്കിലും എടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട്. ഇതാണ് കുട മാറുന്നത് കേട്ടോ. അടുത്ത കുടകൾ മുകളിലേക്ക് കൊടുക്കുന്നുണ്ട്, മഞ്ഞ കുടകളുണ്ട്, അല്ല നീല കുടകൾ മുകളിലേക്ക് കൊടുക്കുന്നുണ്ട്. നടുക്ക് നിൽക്കുന്ന ആനയ്ക്ക് മഞ്ഞ. ആ അടിപൊളി സെറ്റ്. കളർ കോമ്പിനേഷനാണ് കേട്ടോ, ഒരു കളർ കോമ്പിനേഷനാണ്. ഇത്രയും ഭംഗിയുള്ള കുടകളാണത് കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കുടമാറ്റം, നമ്മുടെ സ്വന്തം കുടമാറ്റം, നമ്മുടെ നാട്ടിലെ കുടമാറ്റം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ ഫ്രണ്ട്സ്.